നാളെ ഞാൻ ചോദിച്ചു എൻ്റെ 1ാം ക്ലാസ്സിലെ ഉസ്താദ് ആരെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ഈ പാലത്തിൻ്റെ അപ്പുറത്ത് വന്നിരുന്ന ആളായിരുന്നു പറഞ്ഞു. പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് ഏതെല്ലാം മനുഷ്യൻ, ഈ പാലമല്ല കേട്ടോ, ആ ചോദിച്ചോടുത്ത പാലം, പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് വന്നിരുന്ന ഒരാളാണ് പറഞ്ഞു. എന്ത് ചെയ്യാനപ്പം അങ്ങനെ? കണ്ണടച്ച ആളായിരുന്നു പറഞ്ഞു വേറൊരാൾ, താടിയുള്ള ഒരാളായിരുന്നു പറഞ്ഞു. താടി ഏതെല്ലാം മനുഷ്യന്മാർക്ക് ഉണ്ടാവും, അത്രയൊക്കെ മതിയോ സംഗതി? എന്തായാലും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 4000 ഗുരുനാഥന്മാർ, അവരടുത്തൊക്കെ പോയിട്ട് ഇൽമു പഠിച്ചു. ഉമ്മാൻ്റെ ദുആയാണ് ശരിക്ക്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാമുനാ ശാഫഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫഈ എന്നാണ് മഹാനവറുകളുടെ പേര്. വാപ്പാൻ്റെ പേര് ഇദ്രീസാണ്. ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിലെ രഹസ്യം മഹാനവറുകളുടെ ഉമ്മയാണെന്ന് മഹാനവറുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. 7ാം വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ചു. 9ാമത്തെ വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്ത എന്ന ഹദീസിൻ്റെ കിതാബ് കാണാതെ പഠിച്ചു. 11ാമത്തെ വയസ്സിൽ ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും തുടങ്ങി. 11ാമത്തെ വയസ്സ് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ 6ാം ക്ലാസ്സിൽ മദ്രസയിലാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ആ സമയത്ത് ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ ഇമാമുനാ ശാഫഈ റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് തൻ്റെ ശിഷ്യനായ ഇമാം മുസ്നി ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ ബുദ്ധിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എൻ്റെ ബുദ്ധിയുടെ രഹസ്യം എൻ്റെ ഉമ്മയാണ് പറഞ്ഞു. എൻ്റെ ബുദ്ധിയുടെ രഹസ്യം എൻ്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചോ പറഞ്ഞു, എൻ്റെ ഉമ്മ ഒരിക്കൽ പോലും എനിക്ക് ഒളു ചെയ്യാതെ മുല തന്നിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് എൻ്റെ ബുദ്ധിയുടെ രഹസ്യമെന്ന് സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫഈ റളിയല്ലാഹു അൻഹു 7ാം വയസ്സിൽ ഖുർആൻ കാണാൻ പഠിച്ചു. 7ാം വയസ്സിൽ ഖുർആൻ കാണാൻ പഠിച്ച ഒരാളുണ്ട് കേട്ടോ. 7ാം വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ച ഒരാൾ ഇപ്പം അടുത്ത കാലത്ത് കഴിഞ്ഞു പോയി. കഴിഞ്ഞ മാസം ദുൽഹിജ്ജ 25-നായിരുന്നു ആ മനുഷ്യൻ്റെ ആണ്ട്. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് രൂപം നൽകിയ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആള് 7ാം വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ചു. മലയാളം, ഇംഗ്ലീഷ്, ഫാരിസി, ഉറുദു, അറബി, തമിഴ് 6 ഭാഷകൾ എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആള്. എത്ര വയസ്സ് വരെ ആകെ ജീവിച്ചെന്ന് നിങ്ങൾ? 56ാമത്തെ വയസ്സിൽ രോഗിയായി 59ാമത്തെ വയസ്സിൽ മരണപ്പെടുകയും ചെയ്തു. 56 വയസ്സിന് ശേഷം പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല. പൊതുജീവിതം എന്ന് പറഞ്ഞതും കുട്ടിക്കാലം എന്ന് പറഞ്ഞതും ഒക്കെ കൂടി ആകെ 56 കൊല്ലമേ ഉള്ളൂ. ഞമ്മക്കുണ്ടാവുമല്ലോ അത്യാവശ്യം വയസ്സൊക്കെ. എന്തിപ്പോൾ ഉണ്ടായി എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. അല്ല, അത്യാവശ്യമായിട്ടുണ്ടല്ലോ. എന്തിപ്പോൾ ഈ കാലം കൊണ്ടുണ്ടായി എന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആരാണ് എന്ന്. SKSF സംഘാടകർ, സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണ് SKSF. കുട്ടികളൊക്കെ അതിൻ്റെ ഭാഗമാക്കണം. എന്താ വെച്ചാൽ ഒരു നന്മയുടെ കൂട്ടായ്മയിൽ ഉണ്ടായില്ലെങ്കിൽ തിന്മയുടെ കൂട്ടായ്മയിലേക്ക് പോകും. കുട്ടികൾക്കൊരു കൂട്ടായ്മ വേണം, അല്ലെങ്കിൽ കേടരും. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മാർഗത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലായിരിക്കും. അൽ മർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലിലായിരിക്കും. പെൺകുട്ടിക്കൊരു കല്യാണാലോചന വന്നു. അപ്പം നമ്മളൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അസർ നിസ്കാരത്തിന് പോലെ പെരൻ്റെ അടുത്തുള്ള ആ നിസ്കാരപ്പള്ളിയിൽ പോയി. നിസ്കാരപ്പള്ളിയിൽ പോയി അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്തൊരു പീടിയുണ്ടല്ലോ, ഒരു ചായപ്പീടിയാണ്. അവിടേക്ക് ചായ കുടിക്കാൻ വേണ്ടി കയറി. അങ്ങനെ കാൽ ചായയൊക്കെ പറഞ്ഞൊരു നെയ്യപ്പങ്ങനെ തിന്നിരിക്കണതിൻ്റെ ഇടയിൽ അവിടെ ചായ കുടിച്ചിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കും, നമ്മളാ സുലൈമാനാജിയുടെ മൂത്ത ചെറുക്കനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം എന്ന്. അങ്ങനെയുള്ളപ്പോൾ ഈ കല്യാണം ആലോചിക്കുക. അതിൽ പറയും, ചെറുക്കനൊന്നും കുഴപ്പമില്ല, ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ത്, ആ വൈക്ക് ഇഞ്ഞ് പോണ്ട. എന്താ സംഭവം? അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്നുള്ള ഹദീസാണ്. മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേൽ ആയിരിക്കും.
അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം കുട്ടികളെ, അല്ലെങ്കിൽ ഒരിക്കലും നേരാവില്ല. അതിനേറ്റവും പറ്റിയതാണ് SKSF. സാന്ദർഭികമായി പറയാണ്, സംഘാടകർ SKSF ആയതുകൊണ്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പറഞ്ഞതുകൊണ്ടും 7-ാം വയസ്സിൽ ഖുർആൻ പഠിച്ചാൽ. എന്നാലോ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വാപ്പ കർഷകനാണ്. വാപ്പ വലിയൊരൊന്നും ആഫിദൊന്നല്ല. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പിതാവ് കർഷകനാണ്. പക്ഷെ അവരുടെ പാരമ്പര്യം പണ്ഡിതന്മാരുടെ പാരമ്പര്യമാണ്. കേരളത്തിലേക്ക് ദീനീ പ്രബോധനത്തിന് വന്ന മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്. ആ പാരമ്പര്യത്തിൻ്റെ ഗുണമുണ്ടായി എന്നത് വാപ്പ കർഷകനാണ്. കൂട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിലെ രഹസ്യം ഉമ്മയാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു. ഉമ്മയാണ് നോക്കിയത്. കളവ് പറയല്ല എന്നൊമ്മ ചൊന്നാരെ, കള്ളൻ്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പിന്നിലെ രഹസ്യം മഹാനവർകളുടെ ഉമ്മയാണ്. സയ്യിദുന അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹുവിന്റെ പിന്നിലെ രഹസ്യം ഉമ്മയാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹുവിന്റെ പിന്നിലെ രഹസ്യം ഉമ്മയാണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ പിതാവ് ഫറൂഖ് എന്ന പേരായ ആള് മാലിക് ഇമാമിന്റെ ചെറുപ്പത്തിൽ നാട് വിട്ടുപോയതായിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹുവിനെ ഉമ്മയാണ് നോക്കിയിട്ടുള്ളത്. മനുഷ്യന്റെ വിജയത്തിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഉമ്മയാണ്. അതാണ് സംസമിൻ്റെ പിന്നിലെയും രഹസ്യം. ഹാജറിനെ പോലെ ആയവനാകുന്നു മുഹാജിർ. എന്താണ് ഹാജർ? തൻ്റെ മകനെ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു. കുട്ടികൾ വിജയിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം കുട്ടികളെ അള്ളാഹ്ക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതിനനുസരിച്ചാണ് വിജയിക്കുക. മക്കളുടെ വിജയം തവക്കുലിൻ്റെ വിജയമാണ്. ഹബീബിങ്ങളെ, നിങ്ങളിത് മനസ്സിലാക്കണേ. എത്ര വെച്ചിട്ട് നമുക്ക് കുട്ടികളെ നോക്കാൻ പറ്റുക? അതിനൊരു പരിധിയുണ്ട്. നമ്മളൊക്കെ മക്കളുള്ളവരാണ്. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിനൊരുപാട് പരിമിതികളുണ്ട്. അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിന് ഒരു പരിമിതിയില്ല. പക്ഷെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇല്ല. നമ്മളെ ചാരം നമ്മൾ നോക്കിയാൽ ആവുന്നതാണ്. ആകൂലെന്ന് മനസ്സിലാവണം. അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ തയ്യാറാവുക എന്നതാണ് മക്കളിലെ വിജയം. തവക്കുലിൻ്റെ വിജയമാണ്. തവക്കുൽ ഉള്ളവരാണ് വിജയിച്ചത്. അതിൻ്റെ ഉദാഹരണമാണ് സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാം. അവിടെയാണ് ഇബ്രാഹിം നബിനെ പറയേണ്ടത്. വാപ്പാനെ പറയേണ്ടത് അവിടെയാണ്. എന്താ സംഭവം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി. എല്ലാവർക്കും അറിയും, അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ ഒരു പാറക്കല്ലിൻ്റെ അടുത്തെത്തിയിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്നു ദബീഹൈൻ എന്നൊരു പേരുണ്ട്. 2 അറുക്കപ്പെട്ട ആളുടെ മകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നബി തങ്ങൾക്ക് 99 പേരുകളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പേരാണ് ഇബ്നു ദബീഹൈൻ, 2 അറുക്കപ്പെട്ട ആളുടെ മകൻ. അതിൽ ഒരാൾ ഇസ്മായിൽ നബിയാണ് അലൈഹിസ്സലാം. രണ്ടാമത്തെ ആളെ ഞാൻ പിന്നെ പറയാം. ബഹുമാനപ്പെട്ട സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുപോയിട്ട് ഒരു പാറക്കല്ലിൻ്റെ അടുത്തെത്തിയിട്ട് ഇങ്ങനെ കിടത്തിയിട്ട് മോനോട് പറയാണ്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബൗക ഫൻദുർ മാദാ തറാ. കുഞ്ഞി മോനെ, നിന്നെ അറുക്കണമെന്ന് അള്ളാഹു എനിക്ക് സ്വപ്നത്തിൽ വഹയി നൽകിയിട്ടുണ്ട്. എന്താണ് നിന്റെ അഭിപ്രായം മോനെ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, യാ അബതിഫ് അൽ മാ തുമർ. ഉപ്പ, നിങ്ങളോട് അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അത് നിങ്ങൾ നിർവഹിക്കണം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറക്കാൻ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബൗക ഫൻദുർ മാദാ തറാ. കുഞ്ഞിമോനെ, നിന്നെ അറുക്കണമെന്ന് അള്ളാഹു സ്വപ്നത്തിൽ എനിക്ക് വഹ്യ് നൽകിയിട്ടുണ്ട്. എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, യാ ബതിഫ് അൽ മാ തുമർ. ഉപ്പ, നിങ്ങളോട് എന്താണ് കൽപ്പന അത് നിങ്ങൾ നിർവഹിക്കണം. തീർച്ചയായും ഞാൻ ക്ഷമിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു.
ഈ ചോദ്യവും ഈ ഉത്തരവും ഇസ്മായിൽ നബിക്ക് നേരത്തെ പഠിപ്പിച്ചതല്ല അലൈഹിസ്സലാം. നമ്മൾ ആലോചിക്കേണ്ടത് ഈ ചോദ്യം നമ്മളെ കുട്ടിയോട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ്. എന്നാൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോട് ഉമ്മ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. ബാപ്പ അറുക്കാൻ കൊണ്ടുപോയിട്ട് കാട്ടിലെത്തിയാലേ പിന്നെ അന്നെ അറുക്കണമെന്ന് അള്ളാഹ് എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉമ്മാൻ്റെ കുട്ടി ഒന്നും വിചാരിക്കണ്ട, ബാപ്പ നിങ്ങൾ അർത്തോളി എന്ന് പറഞ്ഞോളി, ഒന്നും സംഭവിക്കൂലടാ, കുറച്ച് കഴിയുമ്പോഴത്തിന് ജിബിരിയിൽ സ്വർഗത്തിൽ നിന്ന് ആടിനേറ്റ് വരും എന്നാരും പറഞ്ഞിട്ടില്ല, ഉമ്മ പറഞ്ഞതിട്ടില്ല. പിന്നെന്തേ ഇപ്പോൾ ഈ കുട്ടി ഇങ്ങനെ വാപ്പ ഇങ്ങനെ ചോദിച്ചപ്പോൾ കുട്ടി ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം വാപ്പാക്ക് വാപ്പാൻ്റെ ഗുണമുണ്ടായതിനാൽ മകന് മകൻ്റെ ഗുണമുണ്ടായതാണ്.